നിന്റെ സൈക്കിൾ എവിടെ? ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ സ്കൂളിലേക്കാണല്ലോ, എന്റെ കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നടന്നു പോയിക്കോളാം. എന്തൊരു ശല്യമാ. തിരിച്ചു വരുന്നു. കള്ളി. വരട്ടടാ വരട്ടെ, നമുക്ക് പിടിക്കാം. മറ്റവനെത്തി. എന്നാ ഇപ്പൊ കണ്ടോ? ഇറങ്ങാൻ. കാറുള്ളപ്പോ നീ എന്തിനാ ഇത് കേറുന്നത്? ഇത് കേറിയാലേ വീഴും. ബാ എന്റെ മോള് കേറ. ചേച്ചി അവൻ ആരാ? മിണ്ടാണ്ടിരുന്നു നീ. ഹേയ്, ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആടി റോക്കുളോ. എന്താ ഇത്? ഉത്തര പേപ്പർ മീശ വരയ്ക്കുന്നു. ഏതെടുക്കാൻ എടുക്കത്? എടുക്കാൻ നടക്ക് നോടക്കാൻ. May I come in, sister? Yes, come in. Please sit down. Yeah. I say sit down. Thank you. You are Mr. Charlie Chaco. Asha James's uncle. Yeah. നാക്കെടുത്താൽ തട്ടുത്തിരും തിമിരും തകർപ്പും അല്ലാതെ മര്യാദ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം ഇവൾക്കറിയില്ല. ആരെന്ത് ചോദിച്ചാലും ഒരുതരം മസിൽ പിടുത്തമാ. ചില ക്ലാസ്സിൽ ഈ കുട്ടി കാണില്ല, ക്ലാസ്സിലല്ല സ്കൂളിലെ കാണില്ല. ചോദിച്ചാൽ വാഗൊണ്ട് ഗോഷ്ടി കാണിക്കും. അന്വേഷിച്ചാൽ കേൾക്കാം ബോട്ട് ഹൗസിൽ കണ്ടു, മുന്തിരിത്തോപ്പിൽ കണ്ടു, ഗോൾഫ് ക്ലബിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ. ഇന്നലെ ഒരേ ക്ലാസ്സിൽ 1ാം റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഡോക്ടർ കുമാറിന്റെ മകൾ വിമല. ഇവളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ അവളും മോശമായി തുടങ്ങി. ഇപ്പൊ ക്ലാസ്സിലെ 35ാം റാങ്കാ. ദേ നിൽക്കുന്നു 36ാമത്തെ റാങ്കുകാരി. എന്തൊരൈക്യം! അതിന് കാരണം എന്താണെന്നറിയോ? പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയില്ല. പഠിക്കാതെ മാർക്ക് മേടിക്കാനുള്ള എളുപ്പ വഴിയാണ് കോപ്പിയടി, അതും ചെരിപ്പൻ. മിസ്റ്റർ, കോപ്പി അടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഉത്തരക്കടലാസിൽ ആണുങ്ങളുടെ മീശ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഒരു കുട്ടിയുടെ മൊറാലിറ്റിയാണ് കാണുന്നത്. ക്യാരക്ടർ, തേർഡ് റേറ്റ് ക്യാരക്ടർ. ഈ ചീഞ്ഞ ആപ്പിൾ എന്റെ കൂടയിൽ വേണ്ട. അത് നാറും, മറ്റുള്ളതിനെ നശിപ്പിക്കും. യു ക്യാൻ ടേക്ക് ഹർ. സിസ്റ്റർ, പ്ലീസ് സിസ്റ്റർ, പ്ലീസ്. നോ, യു ഗെറ്റ് ഔട്ട്. ഔട്ട്, ഗെറ്റ് ഔട്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വൈസ് വേണമായിരുന്നു. ഇവിടെ നിന്ന് അവൾ വരേണ്ടത് വീട്ടിലേക്കാണ്.
അവിടെ നിഷ്കളങ്കരായ 2 മാലാഹ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവിടെയും പറ്റത്തില്ല, എടുത്ത് പള്ളയെ കളയണം. അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോകും? അത് ഞങ്ങളുടെ പ്രശ്നമല്ല. സോറി, അത് നിങ്ങളുടെ കൂടെ പ്രശ്നമാണ്. നിങ്ങൾക്കതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും അവകാശമില്ല. അക്ഷരമാലയും എഞ്ചുവടിയും മാത്രം പഠിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. അച്ചടക്കമുള്ള സൽസ്വഭാവികളായ കുട്ടികളെ മാത്രം പ്രോത്സാഹിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. ഇരുട്ടിൽ നിൽക്കുകയോ ഇരുട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന കുട്ടികളെ വെളിച്ചത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. തമസോമ ജ്യോതിർഗമയ. ഒരു പരീക്ഷണത്തിനിറങ്ങി 2000 കുട്ടികളുടെ ഭാവി വെള്ളത്തിലാക്കാൻ സാധ്യമല്ല. ഈ തീരുമാനത്തിലൂടെ നിങ്ങൾ അവളെ കൂരിരുട്ടിലേക്ക് വലിച്ചെറിയരുത്. അവളോട് കരുണ കാണിക്കണം. അവളെ തിരിച്ചു കൊണ്ടുവരണം. പ്ലീസ് സിസ്റ്റർ. സോറി, തീരുമാനത്തിൽ മാറ്റമില്ല. ഇവിടെ വ്യക്തിയല്ല പ്രശ്നം, സ്ഥാപനമാണ്. നിങ്ങൾ ആരാണ്? തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം പേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ഞാനല്ല. മത്തായി സുവിശേഷം അധ്യായം 15 3 മുതൽ 7 വരെ വാക്യങ്ങൾ. Hi, my sweet lady. Come on, Mr. Bun. Come on, come on. No class for you? Eh? Come on. Bum, 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 bum. Oh, my stomach. നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിരിക്കുന്നു. അയാൾ പറഞ്ഞേച്ചു പോയ ആ വചനമുണ്ടല്ലോ, ഇന്ന് രാവിലത്തെ കുർബാനയിൽ വായിച്ചതാ. സിസ്റ്ററെ, സിസ്റ്ററെ, എന്താ? നമ്മളിപ്പോ എന്താ വേണ്ടേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ചിരിച്ച എന്നെ കണ്ണു കാണിച്ച് ഇറക്കി വിട്ടേച്ച് പ്രിൻസിപ്പലോട് ഓതി കൊടുത്തില്ലേ? ഞാൻ ഇറക്കി വിട്ടതൊന്നുമല്ല, അവര് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? പിന്നെന്തിനാ അവിടെ തന്നെ ഇരുന്നേ? സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് എന്നെ പുറത്താക്കാനല്ലേ? നിന്നെ ആരും പുറത്താക്കില്ല കുട്ടി. ഓ, പുറത്താക്കിയാൽ എനിക്കൊന്നുമില്ല. ഇതാണ് അവര് പറഞ്ഞ നിന്റെ തട്ടുത്തരവും തിമിരും. മോളെ, അവര് പറഞ്ഞത് നീ പുറംകാലി തൊഴിച്ച് കളയരുത്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത കറക്കവും കൂട്ടുകെട്ടും ഒക്കെ നിർത്തി നിന്റെ പാഠപുസ്തകമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വല്ല അവന്റെ ഇവന്റെ ഒക്കെ കൂടെ നടന്നാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഞാൻ കണ്ട അവന്റെ ഇവന്റെ പുറകെ നടക്കുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റോയിച്ചായന്റെ കൂടെയാണ് നടന്നത്. അതിന് നിങ്ങൾക്കെന്താ? എന്നാലേ നിന്റെ റോയ് ചായൻ ആളത്ര ശരിയല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? പച്ച മാറി ചുവപ്പായി. അപകട സൂചന. ഇനി മുന്നോട്ട് പോയാൽ അപകടം സംഭവിക്കും. അല്ലേ മോളെ? ആശേ, റോയിച്ചായപ്പോ
മാഷെ. ചോദിച്ചായോ ഞാൻ ആശയുടെ ആരാണെന്നറിയാമോ? നീ ഇതുവരെ വരെയും കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. എടി കഞ്ഞി പിശുക്കി. എടി അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രനായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനെ പ്യാർ കിയാ. ഹലോ, ഡോക്ടർ കുമാർ ഹിയർ. നിങ്ങളുടെ മകൾ വിമലയും ആശ ജെയിംസും കൂടെ മേനെ പ്യാർ കിയ എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ട്. കൂടെ കുറെ പൂവാലന്മാരും. ഹു ആർ യു? ഞാൻ നിങ്ങളുടെ ഒരു പേഷ്യന്റും വെൽവിഷറുമാണ്. താൻ ആരാണെന്ന്? മേനെ പ്യാർ കിയ. ഇറങ്ങടി. യെസ്, ഐ എം ഡോക്ടർ കുമാർ. നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാൽ മതി. ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇവിടെ വേണ്ട. ഇത് നാടാ. എന്തുണ്ടായി? ഒന്നുമില്ല. പോവാലന്മാരൊത്ത് സിനിമ കാണാൻ പോയിരിക്കുന്നു. മേനെ പ്യാർ കിയ. പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട. അവളെ ഒന്ന് മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ കൊള്ളാം. ഞാൻ ഇവളുടെ ഡാഡിയല്ല, അങ്കിളാ, ചിറ്റപ്പൻ ചാളി. ആരായാലും എന്താ മിസ്റ്റർ, തെറ്റ് ചെയ്താ ശിക്ഷിക്കണം. ശിക്ഷിക്കാലോ? സംശയം എന്താ? അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. പിടിച്ചോ. മിസ്റ്റർ, എന്താ ഇത്? ഒരുത്തന്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകളാ. നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ വെൽവിഷർ ഉണ്ടല്ലോ, അത് ഞാനാ. കറി കറടി. മിണ്ടി പോരുത്. നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട. ഹലോ ബൺ, യെസ് ബൺ. ഞങ്ങൾ കട്ട് മിസൈൽ വിടാൻ പോവാ. ആ വിട്ടോ, വല്ലവന്റെ ഉച്ചി വീഴല്ലേ.